വയനാട്ടിൽ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ വീടുകളെ ചൊല്ലിയാണ് യൂത്ത് കോൺഗ്രസിൽ തർക്കമുണ്ടായതെങ്കിൽ എന്ന് വാർത്തകൾ വന്നതെങ്കിൽ സീനിയേഴ്സ് തൽക്കാലം ഇടപെടുന്നത് ആശയപരമായ മറ്റൊരു മേഖലയിലാണ്. ഖദറിനോട് ന്യൂജൻ കോൺഗ്രസുകാർക്ക് എന്താണ് ഇത്ര നീരസം എന്ന് അജയ് തറയിൽ കോൺഗ്രസ് യുവതിയോട് ചോദിച്ചു. ഇതോടെ കളർ വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ പ്രതികരണവുമായി എത്തി. പുതിയ കാലത്ത് ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ കാണാനാകില്ല എന്ന് KS ശബരിനാഥൻ പറഞ്ഞു. മാറ്റത്തിന്റെ മാറ്റൊലി കേൾക്കാത്തവരാണ് നിലവിലെ ഖദർ പക്ഷപാതികളെന്ന് അബിൻ വർക്കി പറഞ്ഞു. KPCC നേതൃത്വവും ന്യൂജൻ ഭാഗത്താണ്. ഈ തർക്കത്തിൽ RDXനും ഒരു അഭിപ്രായമുണ്ട്. അതിനു മുമ്പ് RDX റാപ്പ് കാണാം. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സംസ്ഥാന പഠന ക്യാമ്പിലാണ് കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വിമർശനം. യുവനേതാക്കൾ കൂടുതലും ഖാദി ഒഴിവാക്കി കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. തുടർന്ന് ഫേസ്ബുക്കിലൂടെയും അജയ് തറയിൽ വിമർശനം ആവർത്തിച്ചു. ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം. ഖദർ ഒരു വലിയ സന്ദേശമാണ്, ആദർശമാണ്, മുതലാളിത്തത്തിനെതിരെ ഏറ്റവും വലിയ ആയുധമാണ്. ഖദർ ഇടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. ഖദർ വിമർശനം ചർച്ചയായതോടെ KS ശബരിനാഥൻ ഫേസ്ബുക്കിൽ തന്നെ മറുപടിയുമായി എത്തി. തൂവെള്ള ഖദർ വസ്ത്രത്തെ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ കാണാൻ കഴിയില്ല. ഒരു ഖദർ ഷർട്ട് ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ചെലവിൽ 5 കളർ ഷർട്ട് ഇസ്തിരി ചെയ്ത് കിട്ടുമെന്നും പരിഹാസ മറുപടി. യുവ നേതാക്കളെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു ഭൂരിഭാഗം നേതാക്കളുടെയും പ്രതികരണം. അതിനിടെ ഖാദിയെ പ്രൊമോട്ട് ചെയ്ത് മന്ത്രി P രാജീവ് പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധേയമായി. RDX ന്യൂസ് മലയാളം. ഖാദി വിഷയത്തിൽ യുവ നേതാക്കളെ അനുകൂലിച്ചാണ് ചില പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. വേഗത്തിൽ കാണാമത്. അതൊക്കെ അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരവും നടക്കലല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല. ഞാൻ വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ട് മേടിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകള് സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു ലെസനാണ്. എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്താണ്, ഇപ്പോഴും യൂത്താണ്. അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവർ പോകുന്നു. നല്ല വസ്ത്രധാരണമൊക്കെയാണ്. ഒരു അമിതമായ ഒരു വൈകാരികവൽക്കരിക്കാനോ പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളിലേക്ക് അതിനെ കണ്ണി ചേർക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ആളുകൾ അവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ച് ഒക്കേഷൻ അനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കേണ്ടതാണ് ഏതൊരു വസ്ത്രവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖാദി എന്ന ജീവിത രീതി, ദേശീയ പ്രസ്ഥാനത്തിൽ ഖാദി ഒരു ജീവിത രീതിയും രാഷ്ട്രീയ പ്രസ്താവനയുമായിരുന്നു എന്ന് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഹിംസാത്മക ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രതീകമായിട്ടാണ് ഖാദി അല്ലെങ്കിൽ ഖദർ രംഗത്തുണ്ടായിരുന്നത്. 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന സമരരൂപത്തിലേക്ക് പോയി. ഇന്ത്യൻ കൈത്തറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രചാരണം ആ കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം ചർക്കയെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാക്കി, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി. 1917 സബർമതി ആശ്രമത്തിൽ വെച്ച് ആദ്യമായി കൈത്തറി വസ്ത്രം അദ്ദേഹം നിർമ്മിച്ചു. 1918 മുതൽ ഖാദി വസ്ത്രം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി എന്ന് ചരിത്രം പറയുന്നു. ഗാന്ധിജി ചർക്കയിൽ നൂൽക്കുന്ന ചിത്രങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം കാട്ടുതീ പോലെ പടർന്നു എന്ന് നമുക്കറിയാം. ദേശാഭിമാന പ്രചോദിതരായ ലക്ഷക്കണക്കിന് ദേശീയവാദികൾ ഖാദി ഉപയോക്താക്കളായി എന്ന് നമുക്കറിയാം. 1922 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖാദി വിഭാഗം തന്നെയും സ്ഥാപിച്ചു. 1925 ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് ഖാദി പ്രചാരണം ശക്തിയിലായി. കോൺഗ്രസ് പ്രവർത്തകർ ഖാദി വസ്ത്രവും ജീവിതവ്രതമായി തെരഞ്ഞെടുത്തു. ആ കാലങ്ങളിൽ 1953 ഓൾ ഇന്ത്യ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഖാദിയുടെ ദേശീയ പ്രചാരണം ഏറ്റെടുത്തു. ഇതാണ് കോൺഗ്രസും ഖാദിയും തമ്മിലുള്ള ബന്ധം. ഇതിനകത്ത് ചരിത്രം ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാരണമായി അജയ് തറയിലിൻ്റെ പ്രസ്താവന എന്നത് എനിക്ക് സന്തോഷകരമായി തോന്നുന്നു. സാധാരണ ഇതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വല്ലാത്ത തോതിൽ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന കാര്യം വരാറില്ല എന്നൊരു പരാതി എനിക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ചുണ്ട്. എന്തെങ്കിലുമൊക്കെ ചരിത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ BJPയോ CPMോ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ കൂടെ വല്ല ചർച്ചകൾ നടത്തുക എന്നല്ലാതെ സ്വന്തം നിലക്ക് ഞങ്ങളുടെ ഗാന്ധി, ഞങ്ങളുടെ നെഹ്റു, ഞങ്ങളുടെ ചരിത്രം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരിയായിരിക്കണമെന്നില്ല, എന്നാലും എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താ ഹർഷൻ തോന്നുന്നത്? അല്ല, ഇതിപ്പോ അങ്ങനെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിച്ചാണോ അജയ് തറയിൽ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അജയ് തറയിൽ ഇതിന് തൊട്ട് മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിശ്വാസം ഭരണഘടനയ്ക്ക് മുകളിലാണ് എന്ന പ്രഖ്യാപനമാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് പഴയ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെയാണല്ലോ, അപ്പോൾ ആ ശബരിമല വിവാദ കാലത്ത് വിശ്വാസമാണ് ഭരണഘടനയ്ക്ക് മുകളിൽ എന്ന് പ്രസ്താവിച്ച ആദ്യത്തെ കോൺഗ്രസ് നേതാവ് ഒരുപക്ഷെ അജയ് തറയിലായിരിക്കും. അതുമാത്രമല്ല, അത് സമാന സ്വഭാവത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നിലപാടുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതുപോട്ടെ, എന്തായാലും ഇതിലേക്ക് വരാം നമുക്ക്. ഈ ന്യൂജനാണ് ഇപ്പോൾ ഈ കളറൊക്കെ മറ്റ് വർണ്ണ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ള അജയ് തറയിലിൻ്റെ കണ്ടെത്തലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓർമ്മയുണ്ടല്ലോ സനീഷേ, പണ്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത്, ഈ കോൺഗ്രസ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ല തൂവെള്ള ഖദറിൽ കെ കരുണാകരൻ വരും. ബാക്കി എല്ലാ നേതാക്കന്മാരും ഈ വെള്ള മുഴുവൻ എവിടെ നോക്കിയാലും ഒരു വെള്ളമയമാണ്. ഭയങ്കര രസമാണ് ആ കാഴ്ച തന്നെ. മൊത്തത്തിലൊരു വൃത്തി തോന്നിക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെള്ളയിൽ നിൽക്കുന്നത് കാണുമ്പോൾ. എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അത് പരമാവധി വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും ഈ വെള്ളവസ്ത്രം. അതിൽ വ്യത്യസ്തരായിട്ട് പലരെയും കാണാറുണ്ട്. അന്ന് പി ജോർജ് പ്രധാനപ്പെട്ട നേതാവാണല്ലോ. പി ജോർജ് എപ്പോഴും ഒരു സ്വർണ്ണ കളറൊക്കെ ഉള്ളത്, അതുപോലെയൊക്കെയുള്ള ചില ഉടുപ്പാണ് ഇടുക. അത് ഖാദി തന്നെ ആയിരിക്കും, പക്ഷേ ആ രീതിയിൽ ആ നിറത്തിലൊക്കെയാണ് വരിക. അതുപോലെ വേറൊരാളായിരുന്നു വ്യത്യസ്തനായി വന്നുകൊണ്ടിരുന്ന ചെറിയാൻ ഫിലിപ്പ് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ സാധാരണ വെള്ള ഖദറല്ല ഉപയോഗിക്കുക, വ്യത്യസ്തരായിരുന്നു. പക്ഷേ അവരൊക്കെ ഖാദി ഉപയോഗിക്കാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാലം മാറി. ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയത് അക്കാര്യത്തിൽ ശബരിനാഥൻ്റെ വിശദീകരണം തന്നെയാണ്. അതായത് ഇന്ന് ഖദറുടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചാൽ കോൺഗ്രസ്സുകാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആഴ്ചയിൽ 1-2 ദിവസം വേറെ മാറ്റി വെക്കേണ്ടി വരും. കാരണം ഇത് അലക്കണമെങ്കിൽ 1-2 ദിവസത്തെ പണിയാണ്. 4 ജോഡിയോ 5 ജോഡിയോ അലക്കി തീർക്കണമെങ്കിൽ 2 ദിവസത്തെ പണിയാണത്. അത് അലക്കണം. അതിനകത്ത് പണ്ടൊക്കെ പഴയ നമ്മുടെ സുഹൃത്തുക്കളായ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കഞ്ഞിവെള്ളം മുക്കുന്നവരുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കടുപ്പം പോരാത്തത് കൊണ്ട് ചൗവരി കുറുക്കി അത് മുക്കി എടുക്കുന്നവരുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ പലരും. പിന്നീടാണ് ഈ റിവൈവ് പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നത്. പക്ഷേ റിവൈവിൻ്റെ ഒന്നും ആ കനം പോരാ എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിച്ച് പോകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചുള്ള. അവർ ഈ പുതിയ കാലത്തിൻ്റെ പുതിയ വേഷങ്ങളൊക്കെ ഇട്ട് കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വിനിയോഗിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അവസാനിപ്പിക്കും ഒരു വിഷയം കൂടിയുണ്ട്. അതായത് അത് മാത്രമല്ല, ആ കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു ഭരിക്കുന്ന പാർട്ടിയാണ്. അധികം തടി അനങ്ങേണ്ടുന്ന കാര്യം അവർക്ക് ദേശീയ തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. 10 കൊല്ലമായിട്ട് അവരും ഭരണത്ത് മാറിയിരിക്കുക. കുറച്ച് പണിയെടുക്കണം ചെറുപ്പക്കാർക്ക്. അത് ഇട്ട ഷർട്ട് വേഗം അയഞ്ഞിട്ടിട്ട് പോകുക. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ അങ്ങനെ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ, ശബരിമല പുതിയ ആൾക്കാരെല്ലാം ഇതിനകത്ത് വസ്ത്രധാരണത്തിൽ DYFI അനുകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്നുകൂടെ അജയ് തറയിൽ പറഞ്ഞ് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. സത്യത്തിൽ CPM-കാരായുള്ള ചെറുപ്പക്കാരേക്കാൾ നല്ല വസ്ത്രങ്ങൾ ഇടുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അത് DYFI-കാർ അനുകരിക്കില്ല. ഇപ്പോൾ സ്വരാജിൻ്റെ ഡ്രസ്സ് നോക്കൂ. അതായത് അദ്ദേഹത്തിൻ്റെ മുൻതലമുറയിലെ CPM-കാർ ഇടുന്ന പോലത്തെ ഒരു ഷർട്ടും ഒരു മുണ്ടും ഇട്ടിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഫാഷൻ കാര്യം കൂടെ പറയാം. പക്ഷെ അതായത് ഖദർ എന്നൊക്കെ പറഞ്ഞത് ഇപ്പം അത് ശബരിനാഥനും മറ്റും പറഞ്ഞിട്ടുണ്ട്. പഴയ ഖദറല്ല ഇത്. ഈ ഇപ്പോൾ സബ്യസാദി മുഖർജി, ഋതു കുമാർ, അനാവില മിശ്ര, അബ്രഹാം താക്കൂർ, ലാക്മേ ഫാഷൻ വീക്കിൽ, പാരീസ് മിലൻ, ന്യൂയോർക്ക് ഫാഷൻ മേളൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു സംവിധാനമാണ്. ഇത് വൻ പൈസയുള്ള ഒരു കാര്യമാണ്. പഴയ അജയ് തറയിൽ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കത് ഏറ്റവും രസകരമായിട്ട് തോന്നിയ പ്രതികരണം VD സതീശൻ്റെതാണെന്ന് കൂടെ പറഞ്ഞാൽ നിർത്താം. അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതിനപ്പാടേക്ക് തള്ളിക്കളയാണ് ചെയ്തത്. സ്വാതന്ത്ര്യ സമരം നടക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രതീകമായിട്ട് ഖദറിനെ ഉയർത്തിക്കാട്ടേണ്ടത് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു പ്രതീകമാണ് ഇപ്പോഴെങ്കിലും അത് ഫാഷൻ്റെ പ്രതീകമാണ്. അതിനകത്ത് നിൽക്കേണ്ടുന്ന കാര്യം. അതിനകത്ത് കോൺഗ്രസിന് കോൺഗ്രസ് കാലികമായി തിരുത്തുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അതിനൊക്കെ എത്രയോ പിന്നിലാണ് ഇവിടെ CPM-ഉം BJP-യും ഒക്കെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. 2023 ഫെബ്രുവരിയിലാണ് ഈ റായ്പൂരിലെ പ്ലീനറി സമ്മേളനത്തിൽ വെച്ച് മദ്യപിക്കാം എന്നുള്ള, അതായത് ഇനി കോൺഗ്രസ് പ്രവർത്തകർക്ക് മദ്യപിക്കാമെന്നുള്ള നിർണായക തീരുമാനമെടുത്തു. കാലികമായി അവർ പരിഷ്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് RSS അവരുടെ എത്ര കാലം അവരുടെ ഐഡന്റിറ്റി ആയിരുന്നു ട്രൗസർ. അവരുടെ പാൻറ്റിലേക്ക് മാറിയില്ലേ. അപ്പോൾ ഇതൊക്കെ മാറും. ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകും മുമ്പ് ഇന്ത്യയെ തെരഞ്ഞ കാലത്ത് തമിഴ്നാട്ടിലെ വൈഗാ നദീ തീരത്തെത്തിയ അനുഭവം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലുണ്ട്. ഉടുത്തിരുന്ന ചേലയുടെ ഒരറ്റം ശരീരത്തിൽ ചുറ്റി മറ്റേ പാതി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കാറ്റിൽ ഉണക്കിക്കൊണ്ടിരുന്ന സഹോദരിയുടെ കാഴ്ച കണ്ടാണ് മേൽവസ്ത്രവും തലപ്പാവും ഉപേക്ഷിച്ച് അർദ്ധനഗ്നനായ സബർമതിയിലെ സന്യാസിയായി ഗാന്ധിജി ജ്ഞാനസ്നാനം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം സ്വീകരിച്ച സമരസങ്കീർത്തനമായിരുന്നു ഖദർ വസ്ത്രം. ഗ്രാമസൗരയൂഥത്തിൻ്റെ സൂര്യനാണ് ഖാദി എന്നാണ് ഗാന്ധി വചനം. ഖാദിയെ പിന്തുണക്കുന്ന വിവിധ വ്യവസായങ്ങളാണ് ഗ്രഹങ്ങളെന്നും ഖാദി എന്ന സൂര്യ തേജസ്സിൽ നിന്നുള്ള പോഷകമില്ലാതെ വ്യവസായങ്ങൾക്ക് വളരാനാകില്ലെന്നും ഗാന്ധിജി കരുതി. നിരന്തരം സ്വന്തം അഭിപ്രായത്തെ പരിഷ്കരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഗാന്ധിജി. ഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്നോർത്താൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിത്യപ്രതീകം എന്ന വൈകാരിക മൂല്യത്തിനപ്പുറം
ഒരു ലളിത ജീവിത പദ്ധതിയായി മഹാത്മാവ് ഖാദിയെ കാണില്ലായിരുന്നുവെന്ന് RDX വിചാരിക്കുന്നു.